ആ ഫയൽ തൊടാൻ എല്ലാവർക്കും പേടിയാ. ആ കേസിന് പിന്നാലെ പോയവർക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടായി. ട്രെയിലറിലെ ഈ ഡയലോഗുകൾ ഉണ്ടാക്കുന്ന ഒരു നിഗൂഢത, ഒരു കേസും ഒരു ഫയലും അതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണവും. വെറും 2 മിനിറ്റ് കൊണ്ട് ഉന്മാദം ട്രെയിലർ വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. ജൂലൈ 30 റിലീസാകുന്ന ഉന്മാദത്തിന് FDFS ടിക്കറ്റ് എടുക്കാൻ പ്രേക്ഷകരെ പ്രേരിപ്പിക്കുന്ന എന്തെല്ലാമാണ് ഉന്മാദത്തിൽ ഉണ്ടാവുക? ആ 5 കാരണങ്ങൾ ഒന്ന് നോക്കാം. വെൽക്കം ടു വെൽ എക്സ്പ്ലെയിൻഡ്. ഇൻഡസ്ട്രി ഹിറ്റായ ആദ്യ സിനിമ അനിയത്തി പ്രാവ് മുതൽ മലയാളികളുടെ ചോക്ലേറ്റ് ഹീറോ ആയിരുന്നു കുഞ്ചാക്കോ ബോബൻ. റൊമാൻറ്റിക് സിനിമകളും കിടിലൻ ഡാൻസ് നമ്പറുമായി നടന്ന ചാക്കോച്ചൻ്റെ ഇന്നത്തെ ഈ ട്രാൻസ്ഫർമേഷൻ ഏതൊരു അഭിനേതാവിനെയും കൊതിപ്പിക്കുന്നതാണ്. നായാട്ടിലും ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലും 5-ാം പാതിരയിലും ഒരു ദുരൂഹ സാഹചര്യത്തിലുമെല്ലാം നമ്മൾ കണ്ടത് ചോക്ലേറ്റ് ബോയായി തിളങ്ങിയ ചാക്കോച്ചനെയല്ല, പകരം അഭിനയത്തിൽ തഴക്കം വന്ന തരത്തിൽ തേച്ചുമിനിക്കിയ പുതിയ കുഞ്ചാക്കോ ബോബനെയാണ്. ഉന്മാദത്തിലേക്ക് എത്തുമ്പോൾ ചാക്കോച്ചൻ്റെ ഷെല്ലി എന്ന പോലീസ് കഥാപാത്രം ഒരുപാട് ലെയറുകളുള്ള വൾണറബിളായ നായകനാണെന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത്. അവിടെയും ചാക്കോച്ചന് അഭിനയിച്ച് തകർക്കാനുള്ള സ്കോപ്പ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് ട്രെയിലറിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന ചിത്രത്തിലെ പ്രകടനം OTTയിൽ ഒതുങ്ങിപ്പോയപ്പോൾ നഷ്ടപ്പെട്ട കയ്യടികൾ ഉന്മാദത്തിലൂടെ ചാക്കോച്ചന് തിരിച്ചു പിടിക്കാൻ കഴിയട്ടെ. കാണുന്ന പ്രേക്ഷകന്റെ ഉള്ളുലയ്ക്കുന്ന ചിത്രം കണ്ടിറങ്ങിക്കഴിഞ്ഞും മനസ്സിനെ വേട്ടയാടുന്ന ചിത്രങ്ങൾ ഷാഹി കബീർ സിനിമകളുടെ പ്രത്യേകതയാണ്. നായാട്ടും ഇലവിഴ പൂഞ്ചിറയും ജോസഫും റോന്തുമെല്ലാം അത്തരത്തിലുണ്ടായ സിനിമാ കഥകളായിരുന്നു. എന്നാൽ ഉന്മാദത്തിലേക്ക് എത്തുമ്പോൾ തൻ്റെ സ്റ്റൈൽ തന്നെയുള്ള എന്നാൽ കുറച്ചുകൂടി ലൈറ്ററായ സിനിമയാണിതെന്നാണ് ഷാഹി കബീർ പറയുന്നത്. ഈ പ്രാവശ്യം ആരുടെയും സമാധാനം കളയില്ല. ഇതുവരെ ചെയ്ത സിനിമകളിൽ ലൈറ്ററായിട്ടുള്ള സിനിമയാണ് ഉന്മാദം എന്നാണ് സിനിമയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്. ട്രെയിലർ നൽകുന്ന സൂചനകളിൽ നിന്ന് ത്രില്ലർ പോലീസ് ഡ്രാമ എന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ഹൊറർ എന്ന എലമെൻ്റ് കൂടി ഉന്മാദത്തിൽ കടന്നു വരുന്നുണ്ട്. കഥാപാത്ര സൃഷ്ടി കൊണ്ട് ക്ലൈമാക്സിൽ പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ഷാഹി കബീറിൻ്റെ അടുത്ത വിജയ ചിത്രമാകും ഉന്മാദമെന്നാണ് എല്ലാവരും പ്രതീക്ഷയോടെ പറയുന്നത്. ജോസഫ്, തൊണ്ടിമുതലും ദൃസാക്ഷിയും, ഇഷ്ക്, മൂത്തോൻ, ജോജി തുടങ്ങി നിരവധി ഹിറ്റ് സിനിമകൾക്ക് എഡിറ്റിംഗ് നിർവഹിച്ച കിരൺ ദാസിൻ്റെ ആദ്യ സംവിധാന ചിത്രമാണ് ഉന്മാദം. ഈ ഹിറ്റ് സിനിമകളുടെ എക്സ്പീരിയൻസ് ഉറപ്പായും ഉന്മാദത്തിലേക്കും കിരൺ ദാസ് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കാം. ഗുൽഷൻ കുമാർ, ഭൂഷൺ കുമാർ, T-Series ഫിലിംസ്, പനോരമ സ്റ്റുഡിയോസ് എന്നിവർ ചേർന്നാണ് ഉന്മാദം നിർമ്മിക്കുന്നത്. ബോളിവുഡിൽ ഓംകാര, സ്പെഷ്യൽ 26, ശൈത്താൻ തുടങ്ങി നിരവധി ഹിറ്റ് സിനിമകൾ നിർമ്മിച്ച കമ്പനിയാണ് പനോരമ സ്റ്റുഡിയോസ്. പനോരമ സ്റ്റുഡിയോസിൻ്റെ മലയാളത്തിലെ 3ാമത്തെ ചിത്രമാണ് ഉന്മാദം. ദാവീദ്, ദൃശ്യം 3 എന്നിവയാണ് മലയാളത്തിൽ ഇവർ മുമ്പ് നിർമ്മിച്ച സിനിമകൾ. ബോളിവുഡിലെ വമ്പൻ കമ്പനി വീണ്ടും ഒരു മലയാള സിനിമയുമായി എത്തുമ്പോൾ പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന് ഉറപ്പാണ്. മലയാളത്തിൽ അധികം പരിചിതമല്ലാത്ത ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുമായിട്ടാണ് ഉന്മാദം എത്തുന്നത്. രോമാഞ്ചം, പ്രകമ്പനം തുടങ്ങിയ ഹൊറർ കോമഡി ജോണർ സിനിമകൾ മലയാളത്തിൽ കോടികൾ വാരുന്ന നേരത്ത് വീണ്ടും ഒരു വെറൈറ്റി ഹൊറർ ചിത്രം എത്തുമ്പോൾ സാധ്യതകളും ഏറെയാണ്. അപ്പോൾ ജൂലൈ 31 തിയേറ്ററിലെത്തുന്ന ഉന്മാദത്തിന് FDFS ടിക്കറ്റ് എടുക്കാൻ നിങ്ങളുടെ മനസ്സിലും ഇനിയും കുറേ കാരണങ്ങളുണ്ടാവുമെന്നറിയാം. അതെല്ലാം കമൻറ്റിൽ പറയൂ.